മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 13-ാം തീയതി സഭ ഇന്ന് നമ്മുടെ വിശുദ്ധ ബലി മധ്യം നൽകിയിരിക്കുന്ന ദൈവവചനം മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യേശുനാഥൻ സീദോൻ കടന്ന് ദെക്കോപോളിസ് പ്രദേശത്തിലൂടെ ഗലീലി കടൽ തീരത്ത് എത്തിയെന്നാണ് പറയുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം വിജാതിയർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. വിജാതിയർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൂടെ ഈശോ ഗലീലി കടൽ തീരത്തേക്ക് വന്നുവെന്ന് പറയുമ്പോൾ വിജാതിയർ വസിക്കുന്ന എല്ലാ നാട്ടിലേക്കും യേശു ചെല്ലുകയാണ്. ദെക്കോപോളിസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 10 നഗരങ്ങൾ കൂടിയ സ്ഥലം എന്നാണ്. നമ്മൾ ഗനേസറത്തെ നാട്ടിലെ പിശാചുബാധിതനെ യേശു സുഖപ്പെടുത്തുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പിശാചുബാധിതനായ ആ മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ ആ പിശാചിനോട് പന്നികളുടെ കൂട്ടത്തിലേക്ക് പോകാൻ പറയുന്നതും ആ പന്നികൾ വെള്ളത്തിൽ ചാവുന്നതും നമ്മൾ കാണുന്നു. അങ്ങനെ നഗരത്തിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് യേശുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ കടന്നു പോകണം, ഈ നാട്ടിൽ നീ നിൽക്കരുത്, കാരണം അവർക്ക് നഷ്ടങ്ങളുണ്ടാകുന്നു. എന്നാൽ ആരിൽ നിന്നാണോ പിശാചിനെ സുഖപ്പെടുത്തിയത് ആ മനുഷ്യൻ പോകുന്നത് ഈ ദെക്കോപോളിസ് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. അവൻ അവിടെ പോയി യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജാതിയരുടെ ഈ നാട്ടിലേക്ക് ഈശോ ഇപ്പോൾ ചെല്ലുമ്പോൾ വളരെ സ്വീകാര്യതയാണ് കിട്ടുന്നത്. അവർ രോഗികളെയൊക്കെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു, യേശു അവരെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ യേശു അവിടെ നിന്ന് പോകരുതെന്ന് പോലും അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ബധിരനും മൂകനുമായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. 7 കാര്യങ്ങളാണ് ഈശോ ഇവിടെ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അവനെ മാറ്റി നിർത്തുകയാണ്. രണ്ടാമതായി ചെവിയിൽ വിരലിടുന്നു. മൂന്നാമതായി തുപ്പുന്നു. നാലാമതായി നാവിൽ അവിടുന്ന് സ്പർശിക്കുന്നു. അഞ്ചാമതായി സ്വർഗത്തിലേക്ക് നോക്കുന്നു. ആറാമതായി നെടുവീർപ്പിടുന്നു. ഏഴാമതായി എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഈശോ അവിടെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ട വിധം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല എന്ന്. നെടുവീർപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരണം. നെടുവീർപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ഈശോ തന്നെ നമ്മളെ ഇവിടെ കാണിച്ചു തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, കാതുകളും നാവുകളും തുറക്കപ്പെടുമെന്ന്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ്റെ, ബധിരനും മൂകനുമായ ഒരു വിജാതീയനായ മനുഷ്യനെ യേശു ഇവിടെ സുഖപ്പെടുത്തുകയാണ്. ഈ ബധിരൻ്റെ ചെവി മാത്രമല്ല അവിടുന്ന് തുറക്കുന്നത്. വിജാതിയുടെയിൽ യേശു ദൈവമാണെന്ന ഒരു മനസ്സിലാക്കൽ, അവർ യേശുവിനെ മനസ്സിലാക്കുകയാണ്, ഇവൻ ദൈവമാണ് എന്ന്, ഇവൻ രക്ഷകനാണ് എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവിലേക്ക് ആ ജനം എത്തുകയാണ്. ഇന്നിൻ്റെ ദിനത്തിൽ ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ യഹൂദരുടെ നാട്ടിൽ നിന്ന് വിജാതിയുടെ നാട്ടിൽ വന്നുകൊണ്ട് യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ആ ജനം യേശുവാണ് രക്ഷകനെന്ന്, യേശു ദൈവമാണ് എന്ന് അവർ വിശ്വാസത്തിലേക്ക് എത്തുകയും അവിടെ വിശ്വാസ വളർച്ച കാണുകയും ചെയ്യാം. നമ്മുടെയൊക്കെ വിശ്വാസം നമുക്ക് പരിശോധിക്കാം. യേശു ദൈവമാണ്, യേശുവാണ് ഏക രക്ഷകനെന്ന് നമ്മൾ ജീവിതത്തിൽ വിശ്വസിക്കുകയും നെടുവീർപ്പോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നേ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.